നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോവുള്ളൂർ. ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ചൈനാക്കളെ നമുക്ക് എങ്ങനെ റബ്ബറിൽ തേക്കാം എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ കാണുന്നെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും. ഞാൻ ഇടുന്ന വീഡിയോ അന്നേരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചൈനാക്കളെ 5 കിലോ 100 മരത്തിന് 5 കിലോ മതിയെന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 5 കിലോ അത് ഒരു ബക്കറ്റിൽ തട്ടിയിട്ടിട്ട് അതിന് ശേഷം ചെറിയതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴയ്ക്കുക. ഒരു കമ്പ് വെച്ച് ഇളക്കിയാലും അല്ലെങ്കിൽ കൈ വെച്ച് ഇളക്കുന്നവരുണ്ട്. കമ്പ് വെച്ച് ഇളക്കിയാലും മതി. കമ്പ് വെച്ച് അത് പതുക്കെ ഇളക്കിയിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ഇളക്കുക. പതുക്കെ കുറേശ്ശെ വെള്ളം അതിനനുസരിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുക. ചൈനാക്കളെ തേക്കുന്നത് റബ്ബർ മരത്തിന് ടാപ്പ് ചെയ്ത ഭാഗം കൂടുതൽ ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചൈനാക്കളെ അതിലോട്ട് തേക്കുന്നത്. അവസാനം ആദ്യം വെള്ളം ഒഴിക്കരുത്. ആദ്യം തന്നെ കുറേശ്ശെ കുഴച്ചില്ലേ അവസാനം ദോശ മാവ് ചുടുന്ന ആ മാവിൽ അതുപോലെ വെക്കണം. എന്നിട്ട് ഒരു തുണി എടുത്ത് ഈ വെട്ടിയ പാടിലോട്ട് തേച്ച് കൊടുത്താൽ മതി. ചൈനാക്കളയിൽ മൈദയോ മറ്റ് പശയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇത് മഴ പെയ്യുമ്പോൾ ഇത് ഇളകി പോകേണ്ടതാണ്. പിന്നെ അതവിടെ ഇരിക്കേണ്ടത് ഒരു കാര്യമില്ല. അതുകൊണ്ട് മൈദയൊന്നും ഉപയോഗിക്കാനേ പാടില്ല. മൈദയൊക്കെ ഉപയോഗിച്ചാൽ അമിതമായ ചൂടടിക്കാൻ സാധ്യതയുണ്ട്. സാധാരണ ചൂട് കൂടുമ്പോൾ ഏകദേശം ഡിസംബർ അവസാനം മുതൽ എല്ലാവരും ഈ ടാപ്പ് ചെയ്ത പട്ടയിൽ അടിക്കാറുണ്ട് ചൈനാക്കളെ. ഇത് ഞാൻ തന്നെ തുണിയിൽ മുക്കിയാണ് അതിലോട്ട് തേക്കുന്നത്. അത് അന്നേരം വളരെ ഈസിയാണ്. മറ്റു ചിലർ ഈ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് അത് വാങ്ങിച്ച് ബ്രഷിനകത്ത് മുക്കി തേക്കാറുമുണ്ട് മറ്റു ചിലർ. ഓരോ കർഷകനും ഓരോ രീതിയാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്ത് പിടിച്ചിരുന്നാൽ മതി ചൈനാക്കളെ. അതേ ഉള്ള എൻ്റെ ഇത്. പിന്നെ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി പുരട്ടുക എന്നുള്ളത് ലക്ഷ്യമുള്ളൂ. ചൈനാക്കളെ ഞങ്ങളുടെ നാട്ടിൽ 5 കിലോയ്ക്ക് 80 രൂപയാണ്. 1 കിലോ 16 രൂപ വെച്ച്. അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ വിൽക്കുന്നത് ഇപ്പോൾ. അതെ, 20 ഇഞ്ച് താഴെയുള്ള മരത്തിനും മൊത്തത്തിൽ കയ്യെത്തുന്നവരെ ചിലർ അടിക്കാറുണ്ട്. അത് നല്ലതാണ്. കൂടുതൽ ചൂടടിക്കാതിരിക്കാൻ വേണ്ടി റബ്ബർ മരത്തിന് നല്ലതാണ് ഈ ചൈനാക്കളെ. ഞാൻ നേരിട്ടടിക്കുകയാണ്. ഏകദേശം 100 മരം അടിക്കണമെങ്കിൽ 1.5 മണിക്കൂറിൻ്റെ ഇത് സമയം എടുക്കത്തുള്ളൂ. ഇത്രയധികം ക്ഷമയോടെ വീക്ഷിച്ചതിന് വളരെയധികം നന്ദി. എല്ലാവരും ഒരു ലൈക്കും കമൻറ്റും ചെയ്യണേ ഈ ചാനൽ.